നോ ഇഷ്യൂ. നമ്മൾ അടുത്ത ഇതിലേക്ക് പോവാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് നമ്മളിവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മേക്ക് ദ നമ്പർ ഇൻ ദിസ് ടേബിൾ റെഡ് ഈഫ് ലെസ് ദാൻ 0. അപ്പൊ അതാണ് ഇപ്പൊ നമുക്ക് സൈഡിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു -12 എന്നിടുമ്പോ എന്നിടുമ്പോ ഓട്ടോമാറ്റിക് റെഡ് വരുന്നുണ്ട് അല്ലെ. -11 ഇല്ല, വരുന്നില്ല. ഇവിടെ ഓട്ടോമാറ്റിക് വരുന്നില്ല. ഓക്കെ, അപ്പൊ ഇതിന് എന്താണ് നമ്മള് ഇവിടെ മൈനസ് ഇട്ട് വരുന്നില്ല. -7 -8 ഓക്കെ, ഇതിൽ അവിടെ ഇവിടെയൊക്കെ വരുന്നുള്ളൂ. അപ്പൊ കറക്റ്റ് ആയിട്ട് വരുന്നില്ല. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമ്മൾ ഹോം എന്ന് കിടക്കുന്ന മെനു ഉണ്ടല്ലോ, അതിൽ ടാബ് എന്ന് പറയുന്നത് ഹോം ടാബ്, ഇൻസെർട്ട് ടാബ്, പേജ് ടാബ്, ഫോർമുല ടാബ്. ഹോം ടാബിന്റെ അകത്ത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, അത് ഞാൻ ഒന്നും കൂടി അനോട്ട് ചെയ്യട്ടെ. ഹോം എന്ന ടാബിന്റെ അകത്ത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന ഒരു മെനു കാണാൻ പറ്റും. ഏതിന്റെ അകത്ത്? സ്റ്റൈൽസ് എന്ന ഗ്രൂപ്പിന്റെ അകത്ത്. അപ്പൊ സ്റ്റൈൽസ് എന്ന ഗ്രൂപ്പിലേക്ക് നമ്മൾ പോകണം. ഫസ്റ്റ് സ്റ്റൈൽസ് എന്ന ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിലേക്ക് എങ്ങനെ വന്നത്? ഹോം എന്ന ടാബിലൂടെയാണ്. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് നമുക്ക് സാധനം കിട്ടാണ്ട് ഏതാണെന്ന് വെച്ചാൽ കണ്ടീഷൻ ഫോർമാറ്റിംഗ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈലൈറ്റ് റൂൾസ് എന്ന് കാണാൻ പറ്റും. ഈ ഹൈലൈറ്റ് റൂൾസിൽ ഇവിടെ നിങ്ങൾക്ക് പലതുണ്ട്. ലെസ് ദാൻ, ഈക്വൽ ടു, ടെക്സ്റ്റ് കണ്ടെയ്ൻ, എ ഡേറ്റ് ഒക്കറിങ്, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ റെഡ് കാണിക്കാം. അല്ലെങ്കിൽ എനിക്കിപ്പോ അതല്ല വേണ്ടത്, ലെസ് ദാനും ഗ്രേറ്റർ ദാൻ ആണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ലെസ് ദാൻ കൊടുക്കും. ലെസ് ദാൻ എത്ര? ലെസ് ദാൻ 0. ഓക്കെ, ലെസ് ദാൻ 0 ആണെങ്കിൽ അവ എന്താവണം? ഇനി ഇവിടെ ചോദ്യം എന്താണ്? റെഡ് ആവണം എന്നാണ്. അപ്പൊ ഞാൻ ഇവിടെ പോയിട്ട് കസ്റ്റം ഫോർമാറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഉടൻ തന്നെ പോപ്പപ്പ് വരും. വരുന്നത് ജസ്റ്റ് എന്റെ സിസ്റ്റം സ്ലോ ആയതുകൊണ്ട്. ഓക്കെ, അതില് ഫോണ്ടിന്റെ കളറ് റെഡ് ആയിരിക്കണം. ഓക്കെ, ഫില്ല് നത്തിങ് 0. നമുക്ക് ഒന്നും ഫില്ല് വേണ്ട. 0 എന്നല്ല, വൈറ്റ്. ഓക്കെ, ഇപ്പൊ കണ്ടോ, മൈനസ് ഇട്ടതൊക്കെ റെഡായി. ഇനി ഞാൻ ഇതിനെ വെറും 11 ആക്കുന്നു. അപ്പൊ റെഡ് കാണിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആദ്യം ഉണ്ടായിരുന്നത് റെഡാണ്. ക്ലിയർ ഫോർമാറ്റ് നോക്കൂ. ഇനി ഒന്നും കൂടെ നമ്മൾ ട്രൈ ചെയ്യാണ്. ഹൈലൈറ്റ് റൂള് ലെസ് ദാൻ 0 ആണെങ്കിൽ കസ്റ്റം ഫോർമാറ്റ്, ഫില്ല് വൈറ്റ്, ഫോണ്ട് റെഡ്. ഓക്കെ, ഇപ്പൊ കണ്ട ലെസ് ദാൻ ഉള്ളതൊക്കെ മൈനസ് കിടക്കുന്നതൊക്കെ എന്തായി? റെഡ് ആയി. ഇനി ഞാൻ ഇതിന് പകരം 12 അടിക്കാണ്. കണ്ടോ, ബ്ലാക്ക് ആയി. ഓക്കെ, ഇനി ഗ്രേറ്റർ ദാൻ എന്താ വേണ്ടത്? ശരിക്ക് ഗ്രേറ്റർ ദാൻ ഗ്രീൻ ആയിരിക്കണം. അപ്പൊ ഒരു കണ്ടീഷൻ കൂടി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ് ഇവിടെ. ഹൈലൈറ്റ് റൂള് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് കസ്റ്റം ഫോർമാറ്റ്, ഫോണ്ട് ഗ്രീൻ കളർ. ഓക്കെ, അപ്പൊ കണ്ടോ, ഗ്രേറ്റർ ദാൻ ഉള്ളതൊക്കെ ഓട്ടോമാറ്റിക്കലി ഗ്രീൻ ആയി. അപ്പോ രണ്ട് സംഗതി നമ്മൾ ചെയ്തു. ഇനി എന്താണെന്ന് വെച്ചാൽ ഞാൻ തൽക്കാലം ABCD ഒക്കെ ഞാൻ മാനുവൽ എഴുതാൻ പോവാണ്. ABCD EFG. ഓക്കെ, ഇവിടെയും ഞാൻ മാനുവൽ ആയിട്ട് സംഗതികളൊക്കെ എൻ്റർ ചെയ്യാൻ പോകണം. 3 1. ഓക്കെ, ഇതൊക്കെ ബ്ലാക്ക് ആയി വന്നു. ഇനി ഓട്ടോ ഫിൽ എങ്ങനെയാണ്? ഇതിന് രണ്ടും സെലക്ട് ചെയ്യും, ഇത് രണ്ടും സെലക്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ മൗസ് കണ്ട, മൗസ് ഇപ്പൊ വലിയ മൗസാണ് വെച്ചാല് ഈ പ്ലസ് ചിഹ്നം എന്ന് കാണുന്നത് വലിയ പ്ലസ് ചിഹ്നമാണ്. ഇത് ഞാൻ ഇതിന്റെ ബോട്ടം കോർണറിലേക്ക് നോക്കുമ്പോൾ ഇത് മെലിഞ്ഞ മൗസ് ആയിട്ട് മാറും. മൗസിന്റെ ഐക്കൺ അല്ലെങ്കിൽ മൗസിന്റെ ചിഹ്നം. ഓക്കെ, കെർസർ എന്നതിനെ പറയാം. അപ്പൊ കെർസറിന്റെ രൂപം വലിയ പ്ലസ് ചിഹ്നത്തിൽ നിന്ന് ഒരു ചെറിയ പ്ലസ് ചിഹ്നത്തിലേക്ക് മാറുന്ന സമയത്ത്, അതായത് എപ്പോഴാണ് അത് മാറുന്നത്? ഈ ബോർഡറിന്റെ നമ്മൾ സെലക്ട് ചെയ്ത സെലക്ഷന്റെ റൈറ്റ് ബോട്ടം കോർണറിലേക്ക് പോകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് ചെറുതാവും. ആ സമയത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ കണ്ടോ, ഓട്ടോ ഫില്ലായി.
അപ്പൊ നമ്മൾ ഓട്ടോ ഫില്ല് പഠിച്ചു. ഓക്കെ, ഇത് ഞാൻ പിന്നെ പഠിപ്പിച്ചു തരാം. ഇത് നമ്മുടെ സെക്കൻഡ് ക്ലാസ്സിൽ പഠിപ്പിച്ചു തരാം. ഇപ്പൊ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വാഷ് ഔട്ട് ആയി പോകും. അപ്പൊ ഇതിൽ നമ്മൾ ഫോർമാറ്റിംഗ് പഠിച്ചു. ഏത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ് പഠിച്ചത്. അത് ശരിക്കും അഡ്വാൻസ് ലെവലിൽ പഠിക്കുന്നതാണ്. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് നമ്മൾ പഠിച്ച്. ഇനി ഞാൻ ബോർഡർ ഒക്കെ കൊടുക്കുന്നത് ഇതാ ഇവിടെ കാണാം. ഇവിടെ ഏത് ഫോമിന്റെ തന്നെ ഫോണ്ട് ഗ്രൂപ്പിൽ ഞാൻ ഒന്നും കൂടി അനോട്ട് ഉപയോഗിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിന് ബോർഡർ വരക്കുന്നത്? ഹോം ടാബിന്റെ അകത്ത് ഫോണ്ട് എന്ന് പറയുന്ന ആ ഗ്രൂപ്പില് ഇവിടെ കണ്ട ഇതിന്റെ അകത്ത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്തോ. ഇവിടെ കണ്ടോ ആൾ ബോർഡേഴ്സ് കണ്ടോ? ആൾ ബോർഡേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഫുൾ ബോർഡർ ആയി. ഇനിയിപ്പോ ഇത് കണ്ടോ, ഇതൊക്കെ ഒന്നും സെന്റർ ആയി കിടക്കുന്നില്ല. അതും നമുക്ക് അലൈൻമെന്റ് എന്ന് കാണുന്ന അടുത്ത ഗ്രൂപ്പ്, അലൈൻമെന്റ് ഗ്രൂപ്പ്, അതും എവിടെ കിടക്കുന്നത്? ഫോമിന്റെ അണ്ടറിലാണ്. അപ്പൊ അലൈൻമെന്റ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലെഫ്റ്റ്, റൈറ്റ്, മിഡില്, ഇത് ടോപ്പ്, ബോട്ടം ആൻഡ് സെന്റർ. ഓക്കെ, അപ്പോ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, അപ്പൊ അലൈൻമെന്റ് ഒക്കെ സെന്റർ ആയി. ഇനി ഇത് കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഒന്ന് ടോപ്പിലും സെന്ററായി മാറും. അപ്പൊ നമ്മൾ ഏകദേശം ഇവിടുത്തെ നമ്മൾ എന്തായി ഇവിടെയും ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഈ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ആൻസർ നമ്മൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞു. ഇത് ഇത്രയും മനസ്സിലായവര് ജസ്റ്റ് യെസ് എന്ന് പറയാം, അല്ലാത്തവര് നോ എന്ന് പറയും. യെസ്, കുറെ യെസ് വന്നിട്ട് നോ എങ്കിലും ലെസ് ദാൻ ഒന്നും കൂടി പറഞ്ഞുതരാം സർ. ലെസ് ദാൻ കളർ, ആ കളർ ഒന്ന് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാണ്. അപ്പൊ നിങ്ങൾ ആ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പറയുന്ന ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ വീണ്ടും പഴയപടിയാക്കാൻ പോവാണ്. ഇതിനെ എല്ലാം ഡിലീറ്റ് ചെയ്തു. ക്ലിയർ ചെയ്തിരുന്നുണ്ടോ? ക്ലിയർ ആൾ എല്ലാം ക്ലിയർ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ആദ്യം 1, 2 ഇട്ട് വെച്ചു. ഓക്കെ, ABCD ഞാൻ തൽക്കാലം എന്ത് ചെയ്യുന്നില്ല, ഓട്ടോ ഫിൽ ആക്കുന്നില്ല. BCDEFG അത്രേ ഉള്ളൂ സ്ഥലല്ലേ. ഓക്കെ, ഇനി ആദ്യം -11 അപ്പൊ ഒന്നും കളറൊന്നും മാറുന്നില്ല. 2 -6 9 -5 0 2 ഇത്ര നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ സെന്റർ ആക്കുന്നത് ചെയ്യാം. അതെവിടെയാണ്? അലൈൻമെന്റ് ഗ്രൂപ്പില് സെന്റർ ടാബിൽ പോയി കഴിഞ്ഞാൽ, സെന്റർ മെനുവിൽ പോയി കഴിഞ്ഞാൽ സെന്റർ ആയി കഴിഞ്ഞു. ഇനി ABCD ഞാനൊന്ന് സെന്റർ ആക്കാൻ പോവാണ്. അതും സെന്റർ ആയി. ഇനി ഇതിനൊക്കെ ഒന്ന് ബോർഡർ കൊടുക്കാൻ പോവാണ്. ഇതാണ് ബോർഡർ. ഇതില് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്, അതും ചെയ്തു. ഇനി ഇതിനെ ഓട്ടോ ഫിൽ ആക്കാൻ പോവാണ്. ഇതിന്റെ രണ്ടിന് സെലക്ട് ചെയ്തു. ബോട്ടം റൈറ്റ് കോർണറിൽ എത്തിയപ്പോൾ ഡബിൾ ക്ലിക്ക് കൊടുത്തു. ഇനിയാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. അതെവിടെയാണ്? കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് നിങ്ങൾക്ക് പ്രത്യേകം കാണാം. അതിന് ഞാൻ ഒന്ന് അനോട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അത് ഹോം എന്നുള്ളതിന്റെ അണ്ടറിൽ സ്റ്റൈൽസ് എന്ന ഗ്രൂപ്പില് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന മെനുവില് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിലേക്ക് ഒന്ന് പോവാം. കണ്ടീഷണൽ ഫോർമാറ്റിംഗിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാം ഹൈലൈറ്റ് റൂൾസ്. ഹൈലൈറ്റ് റൂൾസ് ഉണ്ട്, ടോപ്പ് ഓർ ബോട്ടം റൂൾസ് ഉണ്ട്, ഡാറ്റ ബാർസ് ഉണ്ട്, കളർ സ്കെയിൽസ് ഉണ്ട്, ഐക്കൺ സെറ്റ്സ് ഉണ്ട്. നമ്മൾ തൽക്കാലം അതിലേക്കൊന്നും പോകുന്നില്ല, അത് നമുക്ക് പിന്നെ പഠിക്കാം. അപ്പൊ നമ്മൾ ഹൈലൈറ്റ് റൂൾസിൽ മാത്രമാണ് ഇപ്പൊ പോകുന്നത്. ഹൈലൈറ്റ് റൂൾസിൽ ലെസ് ദാൻ ആദ്യം ചെയ്യാം. ലെസ് ദാൻ. അപ്പൊ ലെസ് ദാൻ എത്രയാ? നമുക്ക് 0. 0യിലും ലെസ് ദാൻ ആണെങ്കിൽ നമുക്ക് കണ്ടോ, ഇപ്പൊ ഇവിടെ തന്നെ ഓട്ടോമാറ്റിക് കളർ വന്നു. ലെസ് ദാൻ ഇത് ഇവിടെ ഇതിന്റെ അകത്തുള്ള ലൈറ്റ് റെഡ് ഫീൽ വിത്ത് ഡാർക്ക് റെഡ് ടെക്സ്റ്റ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളത്.
നമുക്ക് അതൊന്നും വേണ്ട, നമ്മുടെ നമ്മുടേതുമായിട്ടുള്ള കസ്റ്റം ഫോർമാറ്റ്. അപ്പൊ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. അപ്പൊ എനിക്ക് വേണ്ടത് ഇപ്പോ റെഡ് കളറ് ഫോണ്ടും എനിക്ക് ഫില്ല് വേറെ കളറാക്കാൻ പറ്റും. ഫില്ല് ഞാന് പച്ച ഫില്ലും റെഡ് കളർ ഫോണ്ടും ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാവും നോക്കാം. ഓക്കെ ഓക്കെ കണ്ടോ, പച്ച ഫില്ലായി റെഡ് കളർ ഫോണ്ടുമായി. ഏത് മൈനസ് വാല്യൂസ്. ഇനി അതേസമയം പ്ലസ് വാല്യൂസിന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, പ്ലസ് വാല്യൂസിന് ഹൈലൈറ്റ് റൂൾസ് ഗ്രേറ്റർ ദാനില് 0 തന്നെ കസ്റ്റം ഫോർമാറ്റ്. ഇവിടെ ഞാന് ഫോണ്ട് കളർ കൊടുക്കുന്നത് ഗ്രീൻ. ഓക്കെ, ഫില്ല് ഞാൻ എന്താ ചെയ്യുന്നത്, ഒരു ലൈറ്റ് റെഡ്. ഓക്കെ ഓക്കെ, ഇപ്പൊ കണ്ടോ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ അതൊരു കണ്ണിന് സുഖം തോന്നില്ല, ഇത്ര സുഖം തോന്നില്ലല്ലോ അല്ലെ. അപ്പൊ നമുക്ക് ഇതേ രൂപത്തിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിരുന്നു എന്റെ ഉദ്ദേശം. പക്ഷെ പല ആൾക്കാരും കമ്പ്യൂട്ടർ കണക്ട് ആക്കിയിട്ടില്ല. കമ്പ്യൂട്ടർ ആരെയും കണക്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ചെയ്യുന്ന നോട്ട്ബുക്ക് ഉണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടർ കണക്ട് ആയിട്ടുള്ള ആളുണ്ടോ? ഓക്കെ, സൽമാൻ ഫാരിസ്. ഓക്കെ, സൽമാൻ ഫാരിസിന്റെ കമ്പ്യൂട്ടർ ഒന്ന് ഷെയർ ചെയ്യും. ഓക്കെ, ജസ്റ്റ് മിനിറ്റ്. വെരി ഗുഡ്. ഇപ്പൊ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. വെരി ഗുഡ്. ഇതിപ്പോ സൽമാൻ സ്വന്തം ചെയ്തതാണ്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ സൽമാൻ ഇപ്പൊ ഇതിന്റെ ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യും. ഫസ്റ്റ് ക്ലിയർ ചെയ്തിട്ട് സൽമാൻ സ്വന്തം ചെയ്യും. ക്ലിയറിംഗ് എങ്ങനെയായിരുന്നു? സൽമാൻ എന്താ പറഞ്ഞോ? കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തിട്ട് ക്ലിയർ ഇവിടെ റൈറ്റ് സൈഡിൽ ക്ലിയർ ആയോ? ക്ലിയർ ആണ്. വെരി ഗുഡ്. സർ, സൽമാൻ ഒന്ന് വോയിസ് ഇട്ടിട്ടുണ്ടെങ്കിൽ റേഞ്ച് കട്ടായതും കൂടി ക്ലിയർ ആവുമായിരുന്നു വോയിസ്. പിന്നെ അല്ലാത്തവർ എന്ത് ചെയ്യാം? ഇപ്പൊ കണ്ടോ, ഇതിപ്പോ എന്റെ ബുക്കാണ്. ഇതുപോലെ എഴുതി വെക്കണം. നിങ്ങളുടെ പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾ ഇന്ന് എഴുതുന്നത് വെച്ചാല് ഓരോ ഡേറ്റ് ഇട്ടിട്ട് എഴുതി വെക്കണം. ഓക്കെ, അതാവുമ്പോ നിങ്ങൾക്ക് എന്താ പറയാ, പിന്നെ നമ്മളൊരു 4-5 ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ്സിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അവിടെ 1, 2 മാത്രം ഇട്ടോളൂ. 1, 2. എന്റർ 2. ഓക്കെ, ABCD മൊത്തം ഇട്ടോളൂ. എന്റർ. ഓക്കെ, നിങ്ങൾ മൗസ് ക്ലിക്ക് ചെയ്യാൻ തോന്നുന്നുണ്ട്. യെസ്. ഓക്കെ, അവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ടോ? നോക്കട്ടെ, ഒന്ന് -12 ഇട്ടാ, -12 -11 ഇട്ടത്. ഓക്കെ, അവിടെ ഓക്കെ. ഇനി അത് മാറ്റിയിട്ട് അപ്പൊ ഇപ്പോൾ ക്ലിയർ ആയിട്ടില്ല. അപ്പൊ അത് സെലക്ട് ചെയ്യും. അത് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിലുള്ള ക്ലിയർ ഒന്നുകൂടി താഴോട്ട് പോട്ടെ, താഴെ വരെ സെലക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് ക്ലിയർ ആള് കൊടുത്തു. പിന്നെ നമുക്ക് ബോർഡർ മാത്രം കൊടുത്താൽ മതി. അത്രയും സെലക്ട് ചെയ്തിട്ട് നേരത്തെ സെലക്ട് ചെയ്തതുപോലെ യെസ്, ഇവിടെ ബോർഡർ കണ്ടില്ല ഫോണ്ടിന്റെ അകത്ത്. ഫോണ്ട് എന്നുള്ള റൈറ്റ് സൈഡിൽ ഞാൻ അതില് പിന്നെ ബോർഡർ ആൾ ബോർഡേഴ്സ് വെരി ഗുഡ്.
ഓക്കെ അവിടെ ഓക്കെ ഇനി നോക്കൂ -12 നോക്കൂ -11 നോക്കൂ. ഏതാണ്? ഏതല്ലേ സാർ? അതെ അതെ അങ്ങനെ ഓരോ കുറച്ച് നമ്പർ ഇട്ടോളൂ. താഴത്തേക്ക് പ്ലസ് മൈനസ് ആയിട്ട് ഓരോ ഇട്ടോളൂ. ഓക്കെ. ഓക്കെ ഇനി ഇത്തരത്തിന് എത്ര സെലക്ട് ചെയ്തിട്ട് അത്ര എണ്ണത്തിന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കണ്ടീഷൻ ഫോർ വെരി ഗുഡ് ഹൈലൈറ്റ് റോൾസ് വെരി ഗുഡ് ലെസ് ദാൻ ഇട്ടുള്ളൂ ഫസ്റ്റ് വെരി ഗുഡ്. ഓക്കെ അവിടെ കസ്റ്റം ഫോർമാറ്റ് ഇവിടെ ഫോണ്ട് അത് ഫില്ലാണ്. ഫോണ്ട് ഫില്ല് ഒന്നും വേണ്ട വൈറ്റ് ഫോണ്ട്. ഇവിടെ കളർ കണ്ടോ കളർ റെഡ് വെരി ഗുഡ്. ഓക്കെ ഇപ്പൊ കണ്ടോ എല്ലാം റെഡ് വന്നു. ഇനി അവിടെ തന്നെ ഗ്രേറ്റ് സർക്കിൾ സെലക്ട് ചെയ്തിട്ട് സീറോ ഗ്രേറ്റർ ദാൻ ഓക്കെ ഫോണ്ട് തന്നെ ഗ്രീൻ ആയിട്ട് വെരി ഗുഡ്. അപ്പൊ അതില് ഉഷാറായിട്ട് അതുപോലെ ഇനി 1, 2 മാത്രം സെലക്ട് ചെയ്തിട്ട് 1, 2 മാത്രം സെലക്ട് ചെയ്തിട്ട് ഒന്ന് രണ്ട് ഒരുമിച്ച് സെലക്ട് ചെയ്യാം. യെസ് റൈറ്റ് ബോട്ടം കോർണർ ഡബിൾ ക്ലിക്ക് ഡ്രാഗ് ചെയ്യല്ല ഡബിൾ ക്ലിക്ക് ചെയ്യും. അണ്ടു ഡബിൾ ക്ലിക്ക്. യെസ് വെരി ഗുഡ്. ഏതാ? അത്രേ ഉള്ളൂ. ഓക്കെ സ്റ്റോപ്പ്. സ്ക്രീൻ ഷോപ്പ് ആയിട്ട്. സ്ക്രീൻ ഷെയർ. ഓക്കെ അപ്പൊ എന്റെ സ്ക്രീനിലേക്ക് എത്തിയില്ലേ? ഓക്കെ അപ്പോ ഇത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഒരാളുടെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നോക്കി. അയ്യോ ചാർജ് തീർന്നു. സാറേ ഇതിലിപ്പം 0 ഗ്രേറ്റർ ദാൻ അടിച്ചാല് പിന്നെ 0ന്റെ മുകളിലുള്ള ഒക്കെ കളർ ചേഞ്ച് ആയിട്ടാണോ വരിക? അതെ അങ്ങനെ അതിനല്ലേ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്? അതെ തീർച്ചയായും. അപ്പൊ ലെസ് ദാൻ അടിക്കുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് അല്ലേ? നേരെ ഓപ്പോസിറ്റ്. ഞാൻ ഒരു മിനിറ്റ് എന്റെ കസാര എടുത്തിട്ട് ഞാൻ മൊബൈല് ജനലിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി കട്ടാവടം തരും.